ആകാശത്തിനും ഭൂമിക്കും മധ്യേ രണ്ട് കള്ളന്മാരുടെ മധ്യേ അടിയേറ്റവനായി, തകർക്കപ്പെട്ടവനായി, എന്നേക്കുമായി എല്ലാവർക്കും വേണ്ടി തകർക്കപ്പെട്ടവനായി യേശു കർത്താവ് അവിടെ കിടന്നുകൊണ്ട് നിവൃത്തിയായി എന്ന് പറയുമ്പോൾ ഇനി ഒരു പാപത്തിന്റെ ശമനത്തിന് വേണ്ടിയുള്ള മരണം ആവശ്യമില്ല. ആ മരണം ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. മാനവകുലത്തിന്റെ പാപത്തെ ഞാൻ കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. യുഗങ്ങളായി, കാലങ്ങളായി മനുഷ്യന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്ത പാപത്തിന്റെ ശിക്ഷ അത് തീർന്നു. അതാണ് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് പറയുന്നു, ടൈറ്റലിസ്റ്റായി, നിവൃത്തിയായി എന്ന് പറഞ്ഞ ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. മനുഷ്യന്റെ പാപത്തിന് ഞാൻ എന്നേക്കുമായി ശമനം വരുത്തിയിരിക്കുകയാണ്. മേത്താനം ദേശത്തോട് സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ഞങ്ങൾക്ക് ഈ ഉച്ചഭാഷണിയുടെ സഹായത്തോടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. മാനവകുലത്തിന്റെ രക്ഷയ്ക്കിനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് തെരുവ് കോണുകളിലും ഇതുപോലെ സുവിശേഷ യോഗങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമമേയുള്ളൂ. അത് യേശു കർത്താവിന്റെ നാമമാണെന്ന് ഈ ദേശത്തോട് വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള ദൈവമക്കൾ അക്കാരം ഉയർത്തി ഇന്ന് രാത്രി ഒരു ആമേൻ പറയണം, ഒരു ഹല്ലേലൂയ പറയണം. മറ്റൊരു